ഇതാ കായംകുളത്തേക്ക് ആ മഹാവിലാപയാത്ര എത്തിയിരിക്കുകയാണ്. അവിടെ തടിച്ചുകൂടുന്ന മനുഷ്യരെ എനിക്ക് കാണാൻ കഴിയുന്നുണ്ട്. മുഷ്ടി ചുരുട്ടി മുദ്രാവാക്യം വിളിക്കുന്ന ആയിരങ്ങളെ കാണുകയാണ്. മഴയോ വെയിലോ രാത്രിയോ പകലോ എന്നൊന്നും അവർക്കൊരു പ്രശ്നമേ അല്ല. ഒരൊറ്റൊരു മുഖം മാത്രം, VS എങ്ങനെയെങ്കിലും ഒരു നോക്ക് കാണുക. ജോസിൽ, തീർച്ചയായിട്ടും മനു, VS ഒരു നോക്കു കാണുന്നതിനു വേണ്ടി കായംകുളത്തിന്റെ മടിലേക്ക് ആയിരങ്ങളാണ് ഒഴുകിയെത്തിയിരിക്കുന്നത്. പ്രിയപ്പെട്ട VS ഒരു നോക്കു കാണുന്നതിനു വേണ്ടി കായംകുളത്തിന്റെ ഈ KSRTCയുടെ പരിസരത്ത് കിലോമീറ്ററുകളോളം ദൂരത്തോളം ആളുകൾ ഇങ്ങനെ നിരന്നു നിൽക്കുകയാണ്. വാഹനങ്ങൾ കടന്നു പോകാൻ അതിന്റെ ഇരുവശങ്ങളിലുമായി ആയിരക്കണക്കിന് ജനങ്ങൾ VS ഒരു നോക്കു കാണുന്നതിനു വേണ്ടിയാണ് ഇവിടെ ഒഴുകിയെത്തിയിരിക്കുന്നത്. തങ്ങളുടെ പ്രിയപുത്രൻ, ആലപ്പുഴയുടെ പ്രിയപുത്രൻ സഖാവ് VS ഒരു നോക്കു കാണുന്നതിനു വേണ്ടി തങ്ങളെ ഈ ആലപ്പുഴയുടെ ഇനിയും ഉറയ്ക്കാത്ത മണ്ണിൽ കാലുറപ്പിച്ചു നിർത്താൻ പഠിപ്പിച്ച മാടികളെ പോലെ കണ്ടത്തിന്റെ ചെളിയിൽ പണിയെടുത്തിരുന്ന കർഷക തൊഴിലാളികളെ നിവർന്നു നിൽക്കാൻ പഠിപ്പിച്ച കർഷക തൊഴിലാളികളുടെ പ്രിയ നേതാവ് VS അച്യുതാനന്ദന്, അവരുടെ പ്രിയ നേതാവിന് ഉചിതമായ യാത്ര നൽകുന്നതിനു വേണ്ടി കായംകുളത്തെ എല്ലാ വിഭാഗം ജനങ്ങളും ആബാലവൃത്തം ജനങ്ങളും ഇവിടേക്ക് ഒഴുകിയെത്തിയിരിക്കുകയാണ്. നമുക്കറിയാം, ആലപ്പുഴയുടെ ഇനിയും ഉറയ്ക്കാത്ത മണ്ണിലിരുന്നാണ് അയാൾ തന്റെ തയ്യൽ സൂചിയിൽ ചുവന്ന നൂൽ കോർത്ത് കേരളത്തിന് ഉടുപ്പ് തുന്നിയത്. അയാളും കൂട്ടുകാരും ചേർത്ത് തുന്നിയ കുപ്പായമിട്ടാണ് നമ്മുടെ കേരളം ഗമയിൽ ഇപ്പോൾ നിൽക്കുന്നത്. അയാളുടെ അരഞ്ഞാണ പ്രഹരത്തിലാണ് വീണുപോയെങ്കിലും ഇനിയും അവശേഷിക്കുന്ന ജാതിബോധ കുമിളുകളെ കുത്തിപ്പൊട്ടിക്കാൻ സൂചിയേക്കാൾ മനിയുള്ള നാവുമായി അയാൾ ഇവിടെ ഉണ്ടായിരുന്നു, VS ഇവിടെ ഉണ്ടായിരുന്നു. ഇനിയില്ല എന്ന യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞുകൊണ്ട് ജാതിബോധങ്ങൾക്കെതിരെ, വർഗീയതയ്ക്കെതിരെ, അതുപോലെ തന്നെ ചൂഷണങ്ങൾക്കെതിരെ സന്ധിയില്ലാത്ത പോരാട്ടങ്ങൾ നയിച്ച, ഒരുപക്ഷെ കേരള ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ സമര പോരാട്ടങ്ങൾക്ക് നേതൃത്വം കൊടുത്ത സമര നായകൻ VS അച്യുതാനന്ദൻ, ആ സഖാവ് VS, പ്രിയപ്പെട്ട VS കായംകുളത്തിന്റെ മണ്ണിലൂടെ ആലപ്പുഴയുടെ ജനനായകൻ കടന്നു പോവുകയാണ്. ആ കടന്നു പോകുമ്പോൾ ഉചിതമായ യാത്ര അയക്കുന്നതിനു വേണ്ടിയാണ് കായംകുളത്തിന്റെ ആബാലവൃത്തം ജനങ്ങൾ ഇവിടെ തടിച്ചുകൂടിയിരിക്കുന്നത്. കിലോമീറ്ററുകളും ദൂരത്തിലാണ് റോഡിന്റെ ഇരു കരകളിലുമായി ആളുകൾ അണിനിരക്കുന്നത്. മനു, ഇത് ആവേശജനകമായ കാഴ്ച തന്നെയാണ്. പ്രിയ നേതാവിന്, പ്രിയ സഖാവിന് ഏറ്റവും ഉചിതമായ യാത്രയയപ്പാണ് കായംകുളത്തിന്റെ മണ്ണിൽ നൽകുന്നത് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഒരു നാട് ഒന്നടങ്കം, ഇല്ല സഖാവേ, പ്രിയ സഖാവേ, നിങ്ങൾ മരിക്കുന്നില്ല, ഞങ്ങളുടെ ചങ്കിലെ റോസാപ്പൂവേ VS നിങ്ങൾ മരിക്കുന്നില്ല എന്ന് ഉറക്ക മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് ഈ പാതയുടെ ഇരുവശങ്ങളിലുമായി അച്ചടക്കത്തോടുകൂടി കാത്തു നിൽക്കുന്ന അപാലവൃത്തം ജനങ്ങൾ, അവർ പ്രിയപ്പെട്ട VS മരിക്കില്ല എന്ന് വീണ്ടും വീണ്ടും മുദ്രാവാക്യം വിളിക്കുകയാണ്. കണ്ണേ കരളേ VS, ഞങ്ങളുടെ ഓമന VS അങ്ങ് മരിക്കുന്നില്ല എന്ന് വീണ്ടും വീണ്ടും മുദ്രാവാക്യം വിളിക്കുകയാണ്. ഇതാ ഇപ്പോൾ ഈ ക്യാമറ ക്രൂവിന്റെ ഈ വാഹനം കടന്നുപോയാൽ അതിന്റെ തൊട്ടുപിറകിലായി VSന്റെ ശരീരം വഹിച്ചുകൊണ്ടുള്ള വണ്ടി KSRTCയുടെ പുഷ്പാലങ്കൃത വാഹനം കടന്നുവരും. ആ വാഹനത്തിൽ ആലപ്പുഴയുടെ ജനനായകൻ, കേരളത്തിന്റെ ജനനായകൻ, ആലപ്പുഴയുടെ പ്രിയപുത്രൻ, കായംകുളത്തിന്റെ പ്രിയപുത്രൻ VS അച്യുതാനന്ദൻ കടന്നുവരും. അവസാനമായി ഈ നാടിനോട് യാത്ര പറയാൻ നിശബ്ദമായി ഒരുപാട് ഘട്ടങ്ങളിൽ, ഇവിടെ ഓരോ തെരഞ്ഞെടുപ്പ് ഘട്ടങ്ങളിലും ഓരോ പോരാട്ട ഭൂമികയിലും അദ്ദേഹം ഓടിയെത്തിയിട്ടുണ്ട്. ആ മണ്ണിൽ ശബ്ദിക്കാത്ത, നീട്ടിയും കുറുക്കിയുമുള്ള അദ്ദേഹത്തിന്റെ പ്രസംഗമില്ലാതെ നിശബ്ദനായി VS കായംകുളത്തിന്റെ മണ്ണിലൂടെ കടന്നു പോവുകയാണ്. കായംകുളത്തിന്റെ മണ്ണിലൂടെ VS കടന്നു പോവുകയാണ്. തന്റെ സഖാക്കളോട് മൂഖമായ ഭാഷയിൽ യാത്ര പറഞ്ഞുകൊണ്ട് VS കടന്നു പോവുകയാണ്. എത്ര ആവേശത്തോടു കൂടിയാണ്, കണ്ണു നിറഞ്ഞുകൊണ്ട്, കണ്ടമിടറിക്കൊണ്ട്, ഇല്ല സഖാവേ മരിക്കില്ല, ഇല്ല സഖാവേ മരിക്കില്ല, ഇല്ല സഖാവേ മരിക്കില്ല, കണ്ണേകരുടെ VS എന്ന് ഉറക്കെ മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് ആലപ്പുഴയുടെ ജനനായകൻ, അമ്പലപ്പുഴയുടെ ജനനായകൻ, കായംകുളത്തിന്റെ ജനനായകൻ, പുന്നപ്രവയലാറിന്റെ ജനനായകൻ VS ആണ് ഇതാ കടന്നു പോകുന്നത്. നിശബ്ദനായി ഇവിടെ വന്നാൽ VS അദ്ദേഹത്തിന്റെ വീട്ടിലും കുറുക്കിയുമുള്ള പ്രസംഗങ്ങൾ കൊണ്ട് ഉദ്ഘാടനമായിരുന്ന കായംകുളം പട്ടണം, ആ പട്ടണത്തിലൂടെയാണ് VS കടന്നു പോകുന്നത്. മുദ്രാവാക്യം വിളികൾ മുഴങ്ങുന്നത് കേൾക്കുന്നില്ലേ ജോസിൽ? മുദ്രാവാക്യം വിളികളാൽ മുഖരിതമാകുന്ന കായംകുളത്തിന്റെ വിപ്ലവ ഭൂമികയെ കാണുന്നില്ലേ? ആ മനുഷ്യനെ കാത്തു നിൽക്കുന്ന ആയിരക്കണക്കിന് മനുഷ്യർ, മഴയോ വെയിലോ രാത്രിയോ പകലോ ഇല്ലാതെ ഇങ്ങനെ കാത്തു നിൽക്കുന്നത് നമ്മൾ കാണുകയല്ലേ? ഇതുപോലൊരു യാത്ര, ഇതുപോലൊരു മടക്കം
ഇത് ലോകം അത്ഭുതത്തോടെ കാണുകയല്ലേ. എന്തായിരുന്നു വി എസ്, എന്താണ് വി എസ്, എന്താണ് കമ്മ്യൂണിസ്റ്റ് കേരളം എന്ന് ഇന്ന് ലോകം ഇങ്ങനെ അത്ഭുതത്തോടെ കണ്ടു നിൽക്കുന്നുണ്ടാകാം ഈ മഹാവിലാപയാത്ര കണ്ട്. ഇതുപോലൊരു യാത്ര അത് വി എസിന് മാത്രമുള്ള ഒരു മഹാ ആദരവായിട്ട് തന്നെ നമ്മൾ കാണേണ്ടി വരും.